ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നോക്കുന്നത്. കുക്കറിൽ എല്ലാം കൂടിയിട്ട് ഒറ്റ വിസിലിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. ജോലിക്കൊക്കെ പോകുന്ന കൂട്ടുകാർക്കും ബാച്ചിലേഴ്സിനും അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വയ്യാഴികയൊക്കെയുള്ള സമയത്തൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. ഞാൻ ഓൾറെഡി ഈ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കാണാത്തവർക്ക് വേണ്ടിയാണ് ഒന്നുകൂടി ഒന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ചെയ്യണതെന്ന് പറഞ്ഞു. ഏകദേശം ഒരു 1.25 കിലോയുടെ അടുത്തുണ്ടാവും ചിക്കൻ. കട്ട് ചെയ്ത് കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തീരെ ചെറുതാണെങ്കിൽ 4 എടുക്കാം, വലുതാണെങ്കിൽ ഒരു 1.5 എടുത്താൽ മതിയാവും കേട്ടോ. സവാള അധികം എടുക്കുന്നത് നല്ലതല്ല, നമ്മളിത് വഴറ്റിയൊന്നും ചേർക്കുന്നതല്ലല്ലോ, വെറുതെ ഇടില്ല. അപ്പോൾ അധികം സവാള എടുക്കേണ്ട. മീഡിയം സൈസിലൊരു 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നല്ല പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു 7 വലിയ അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഈ ഒരു സമയത്ത് ചേർക്കുന്നത്. പിന്നീട് നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. പൊടികളൊന്ന് ചൂടാക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. അതിനായിട്ട് ഞാനൊരു പാനിലേക്കാണ് പൊടികൾ എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് 1 മിനിറ്റ് മാത്രം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. നമ്മളിതിൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, വെറുതെ ഒന്ന് ചൂടാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കനിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ആ പാനൊന്ന് ചുറ്റിച്ച് ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നല്ല ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെ വെള്ളം ഒഴിക്കാം. ഞാൻ ചെറിയൊരു ഗ്രേവി നിൽക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. നമ്മൾ ചേർത്തിരിക്കുന്ന സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഞാൻ കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഒരൊറ്റ വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. അതിനുശേഷം തീ ഓഫാക്കിയിടാം. അതിൻ്റെ ആവിയെല്ലാം പോയിട്ട് വേണം തുറന്നെടുക്കാനായിട്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരൊറ്റ വിസിൽ തന്നെ അത് വെന്ത് കിട്ടേ. ഇനി നമുക്ക് പാലപ്പത്തിനുള്ള മിക്സും കൂടി തയ്യാറാക്കിയെടുക്കാം. ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന പാലപ്പ മിക്സാണ്. അറിയാവുന്നവരാണെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈസി പാലപ്പ മിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഡബിൾ ഹോഴ്സിൻ്റെ ഒരു 1/2 കിലോൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഈസി പാലപ്പ മിക്സ് പല കമ്പനിക്കാരും ഇറക്കുന്നുണ്ട്. ഞാൻ സാധാരണ ഡബിൾ ഹോഴ്സിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ടേസ്റ്റി നിബിൾസ് ഇല്ലേ അവരുടെയാണ് പാലപ്പ മിക്സ് എടുക്കാറ്. നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ 1 മണിക്കൂർ കൊണ്ട് പാലപ്പം വീർത്തൊക്കെ വന്ന് ഈ ഒരു മാവ് വീർത്ത് വരണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത് എനിക്ക് തോന്നുന്നത് ടേസ്റ്റി നിബിൾസിൻ്റെ ആയിരിക്കും. അത് പെട്ടെന്ന് തന്നെ 1 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് നന്നായിട്ട് വീർത്ത് നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് കുറച്ചും കൂടി സമയം എടുക്കുന്നുണ്ട്, ഒരു 2-2.5 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ടേസ്റ്റൊക്കെ രണ്ടും ഒരേപോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇതിലേക്ക് പ്രത്യേകിച്ച് നാളികേരപ്പാലോ നാളികേരമോ ഒന്നും ചേർക്കേണ്ടതില്ല. എങ്കിൽ പോലും നമ്മൾ പാലപ്പം എന്ന് പറയുമ്പോൾ ഒരു നാളികേരത്തിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഉള്ളതല്ലേ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു 25 ഗ്രാം അളവിൽ നാളികേരത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഒരു 1/2 കപ്പ് നാളികേരപ്പാൽ, നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ പിഴിഞ്ഞ് ഒഴിച്ചാലും മതി. അത് ഇനിയിപ്പോൾ ഇത് രണ്ടുമില്ല, നാളികേരപ്പാലോ അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡറോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ, അതായത് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഓരോരുത്തരും ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കണേ. അധികം മധുരം താല്പര്യമില്ലാത്തവർക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക.
ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. ഞാനിവിടെ 250 ml കപ്പിൽ ഒരു 4 കപ്പ് വെള്ളം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടാക്കാന്ന് പറയുമ്പോൾ ചെറിയ ചൂട് മാത്രമേ പാടുള്ളൂ, ചൂട് കൂടി പോകരുത് കേട്ടോ. ചെറിയ ചൂടുള്ള വെള്ളമാണ്. 4 കപ്പോളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഒഴിക്കരുത്. കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ഇളക്കി കട്ടയില്ലാതെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ എത്രത്തോളം വെള്ളം വേണ്ടി വന്നു എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 കപ്പ് അളവിലാണ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പരുവത്തിലാണ്, ഇച്ചിരി ലൂസായിട്ടുള്ള, എന്നാൽ തീരെ അങ്ങ് ലൂസായിട്ട് പോകരുത് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമ്മളൊന്ന് ഇളക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 4 കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ബാക്കി 1 കപ്പ് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 3 കപ്പ് വെള്ളമാണ് എനിക്ക് വേണ്ടി വന്നത്. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാർ എടുത്ത് വെച്ചിട്ട് ഈ ഒരു മാവ് എല്ലാം കൂടി ഒഴിച്ച് കലക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഒരു 2 പ്രാവശ്യമായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. 1 മിനിറ്റ് സമയം നന്നായിട്ട് അടിച്ചെടുക്കണം. ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു മാവ് നന്നായിട്ട് പതഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ 1 മിനിറ്റ് തന്നെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കരുത്. മിക്സിയുടെ ജാറിലിട്ടിട്ട് 1 മിനിറ്റ് സമയം നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇതൊന്ന് അരച്ചെടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, ഇതിൽ ഇനി വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. ഈ ഒരു പരുവത്തിൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. മാവ് നന്നായിട്ട് വീർത്ത ശേഷം മാത്രമേ നമ്മൾ അപ്പം തയ്യാറാക്കാൻ പാടുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ടേസ്റ്റ് നിബിൾസിൻ്റെയൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് അപ്പം തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം മാവ് കലക്കി വെച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ നിന്നാൽ മതി. അപ്പോൾ നമ്മുടെ ഇവിടെ ചിക്കൻ കറി ഇവിടെ ഒരു വിസിൽ കഴിഞ്ഞിട്ട് ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവിയെല്ലാം പോയിട്ടൊന്ന് തുറന്നെടുക്കുകയാണ്. കണ്ടല്ലോ, ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് അത്യാവശ്യം ഗ്രേവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഗ്രേവി കുറവാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരല്പം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുത്താൽ മതി കേട്ടോ. ആവശ്യത്തിന് ഗ്രേവിയുടെ ഒരു പരുവത്തിലെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യമൊക്കെ വെള്ളമൊക്കെ ഉണ്ട് ഇതിൽ. ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചും കൂടി ചേർക്കണേ. ഞാൻ തൊട്ടപ്പുറത്തെ സ്റ്റൗവിൽ വെച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയിൽ ഒരു 2-3 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ച് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ താളിപ്പ് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് അടച്ചു വെച്ചാലും മതി. എങ്കിലും താളിച്ച് ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് അടച്ചു വയ്ക്കുമ്പോൾ അതൊന്നും കൂടി ഒന്ന് കുറുകി ആ ഒരു കളറൊക്കെ നല്ല ഡാർക്കായിട്ട് വരും. കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല അടിപൊളി കറിയാണ്. ഇപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ്. അത്യാവശ്യം ടേസ്റ്റുള്ളൊരു കറിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ മാവ് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതുപോലെ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് ആ ഹോളൊക്കെ വരുമ്പോൾ അടച്ചു വെച്ച് സാധാരണ നമ്മൾ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ ഒന്ന് ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. കാണുമ്പോഴും ഒരു ഭംഗിയല്ലേ കാണാനായിട്ട്. ആ സൈഡൊക്കെ നല്ല ഗോൾഡൻ കളറിലായി, നടുവ് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന അപ്പമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിലുള്ള പാലപ്പത്തിൻ്റെ മിക്സ് വെച്ചിട്ടുള്ള അപ്പം തയ്യാറാക്കി നോക്കുക. അതുപോലെ കുക്കറിലുള്ള ഈസി ആയിട്ടുള്ള നമ്മുടെ ഒരു ചിക്കൻ കറിയും ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ ഒരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചേക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് അതൊരു വലിയൊരു സപ്പോർട്ടായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക്